അങ്ങനെ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആണ് കേട്ടോ. ഇനിയിപ്പോ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. നമ്മളൊക്കെ അത്യാവശ്യം നല്ല കമ്പനി ആയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ഈ ക്യാമ്പിന്റെ പേര് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഹാഷിഫ്ക്ക. മൂപ്പര് 2-3 ഫ്രണ്ട്സും ആണ് കേട്ടോ ഈ ഒരു പേജിന്റെ കോർഡിനേറ്റേഴ്സ്. ഞാൻ യാത്രാ കണക്ട് എന്ന് പറഞ്ഞ ഒരു പേജിന്റെ കൂടെ വയനാട് ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളോടൊരു 7 മണി 7:30 ഒക്കെ ആകുമ്പോൾ നീക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ തണുപ്പ് കാരണം അങ്ങോട്ട് പറ്റണ്ടേ. അപ്പൊ ഒരു 8 മണി 8:30 ആ സമയത്തൊക്കെ നീറ്റ് ഒരു ചായ ഒക്കെ കുടിച്ച് നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മരത്തിന് അവതാർ എന്നാണ് കേട്ടോ വിളിക്കാറ്. അങ്ങനെയാണ് അവിടുത്തെ ഓണർ ചേട്ടൻ പറഞ്ഞത്. എന്തുകൊണ്ടാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ചോദിക്കാനുള്ള ഒരു മൈൻഡും ഉണ്ടായില്ല. നിങ്ങൾ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ 900 കണ്ടിയിലുള്ള ഈ കാടമം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഈ മരത്തിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. ഈ കാടമം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ യാത്രാ കണക്ട് എന്നുള്ള ഒരു പേജ് ത്രൂ ആണ് ഞാൻ ഇവിടെ വന്നത്. അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ പറയുമ്പോൾ ലൈഫിൽ എല്ലാവരും വൺസ് എങ്കിലും ഇതുപോലത്തെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. യാത്രാ കണക്ട് എന്നുള്ള പേജ് ത്രൂ ഞാൻ പോയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ആ പേജ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഇങ്ങനെ പോകാൻ പറ്റിയൊരു സമയവും സാഹചര്യവും ഒക്കെ ഒത്തു വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു വട്ടെങ്കിലും ഒന്ന് പോയി നോക്കണം. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിന്റെ പ്രൊമോഷൻ ആണെന്ന്. ഒരു രീതിയിലും ഇത് അതിന്റെ പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ പോയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ റെക്കമെൻഡ് ചെയ്യാന്നേ ഉള്ളൂ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ ട്രക്കിങ്ങിനെ പറ്റി പറയാം. ഇതിന് വേണ്ടി ഇറങ്ങി വരുമ്പോൾ എനിക്ക് ആകെ ഒരൊറ്റ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ, അട്ട കടിക്കരുത് എന്ന്. ടച്ച് വുഡ് ഇന്നൊഴികെ ബാക്കി എല്ലാവരെയും അട്ട കടിച്ചു എന്നാണ് ഇതിന്റെ ഒരു നിഗമനം കേട്ടോ. ഞാൻ ഭയങ്കര കെയർ ചെയ്തിട്ടാണ് നടക്കണ്ടായിരുന്നത്. ഇത്രയും വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ത് അടിപൊളിയാണ് ഈ ഒരു ട്രക്കിംഗ് എന്നുള്ളതും ഈ സ്ഥലം എന്നുള്ളതും. പൊതുവേ ഞാനിങ്ങനെ ഈ കാട് മല എന്നുള്ളതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് കേട്ടോ. എനിക്ക് വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയേ. ഈ ട്രക്കിങ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു. അങ്ങനെ വർത്താനം പറഞ്ഞ് നടന്ന് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്താറായിട്ടുണ്ട്. ഒരു ഇത്രയും കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി എത്തിയിട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള കണ്ണ് കെട്ടിയിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ.